വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോ ഒക്കെ അത് അഡ്ജസ്റ്റ് ബാങ്കിലെ വീഡിയോ കേട്ടോ. അഡ്ജസ്റ്റ് ബാങ്കിൽ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം നമുക്ക് മാറിയൊക്കെ ഇടാൻ നമുക്ക് ആ ഒരു അളവ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മാറി ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാലമായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം വന്നേക്കുന്ന എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ട് ബാർകോഡ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുത്ത് അയക്കാനേ. ഇത് പല റേഞ്ചിലാട്ടോ. കാരണം ആ ഒരു സ്റ്റോൺസിൻ്റെ എണ്ണത്തിനനുസരിച്ചും സ്റ്റോൺ നീണ്ടതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പണിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് എന്നാലും എല്ലാം അടിപൊളിയാട്ടോ. ഇത് ഇപ്രാവശ്യം വന്നിട്ട് കണ്ടിട്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ്. ഇതിങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് അല്ല, ഇത് കണ്ടോ ഒരു കേർവ് ടൈപ്പ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കയ്യിലിട്ടിട്ടുള്ള ഭംഗിയാട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ഒരു ലോക്കിനൊക്കെ ചിലതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ചിലതിങ്ങനെ നല്ലതായിട്ട് അടുത്ത് പോകും. നമുക്ക് ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ, കളറിങ് പ്രോസസ്സ് കഴിയുമ്പോഴത്തേനും ചെറിയൊരു ടൈറ്റ് ചിലപ്പം വന്നിരിക്കും. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഒത്തിരി ബലം കൊടുക്കണ്ട കേട്ടോ. ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു ബലം കൊടുത്ത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇടുകയും ചെയ്യുമ്പോഴത്തേനും നോർമലി ഓക്കെ ആവും. ഇതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ആ ഒരു ലോക്ക് സിസ്റ്റം വരുന്ന എല്ലാത്തിനും തന്നെ അങ്ങനെ ഇതുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അത് ഓക്കെ ആവും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഡിസൈനാണ്. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റോണിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കയ്യിലിട്ട് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒരു 2-6 വരെ ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും. സൈസ് നോക്കേണ്ട ആവശ്യമില്ല. അതിൽ മണ്ണുള്ളവർക്കാണെങ്കിൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. 2-6 ബാങ്കിൽ വരെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് സൈസ് കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് 550 രൂപയാണ്. സൈസ് നെക്സ്റ്റ് വരുന്നത് ഭയങ്കര അടിപൊളി ഡിസൈനാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ഫ്ലവർ പാറ്റേണുള്ള ഡിസൈനാണ്. ഇത് കുറച്ചൊരു വീതിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് നോർമൽ ബാങ്കുകൾ ഇത്രയും വെറൈറ്റി കിട്ടത്തില്ല. കാരണം ഇങ്ങനത്തെ മോഡൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ഭയങ്കര ലുക്കിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, കയ്യിൽ കിടക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നത്. ഒരു ഫ്ലവറിൻ്റെയൊക്കെ ആ ഒരു പാറ്റേൺ, ഫ്ലവറും പിന്നെ നമുക്ക് ആ ഒരു ലീഫും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ്. ഇത്രയും ഹാഫ് പോർഷൻ വരെ ഫുള്ളായിട്ട് സ്റ്റോൺ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. അപ്പോൾ എങ്ങനെയാണെന്നാലും ഇത് കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഇത് ഇത്രയും നല്ല ഫുള്ളായിട്ട് സ്റ്റോൺസ് ആഡ് ചെയ്തേക്കുന്നുണ്ട്. റേറ്റിൽ വ്യത്യാസം വരും, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ഇത് ഭയങ്കര റേറ്റ് എന്ന് പറയാനില്ല. നിങ്ങൾക്ക് മാറിയൊക്കെ ഇടാൻ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ നമ്പർ P404, റേറ്റ് വരുന്നത് 790 790. അടുത്ത ഡിസൈൻ വരുന്നത് ഇതും കാണാൻ നല്ല കേട്ടോ. ഇതിന്റെ സ്റ്റോൺസ് ഇങ്ങനെ 2 സൈഡിലായിട്ട് സെന്ററിലും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഒരു ഗോൾഡൻ ഒരു റൗണ്ട് ടൈപ്പ് ഡിസൈനാണ്. ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആ സ്റ്റോണിന്റെ എണ്ണം കുറവുണ്ട്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ അത്രയും റേറ്റ് ഇല്ല. ഇതിന്റെ ലോക്ക് സിസ്റ്റം ഇച്ചിരി ഒരു പാടായിരുന്നു. ഞാൻ വലിയ പാട് വിട്ടാട്ടോ തുറന്നേ. അതിപ്പം 2 പ്രാവശ്യം തുറന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ ആവുകയുള്ളേ. ജസ്റ്റ് ഒന്ന് ആയിട്ട് ഇതിനൊന്ന് കടിച്ചു തുറന്നാലും മതി. ഇതിനിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് 2-3 പ്രാവശ്യം അങ്ങനെ ഓപ്പൺ ചെയ്താലേ അത് ഓക്കെ ആവുള്ളൂ കേട്ടോ. ഇപ്പം ശരിയാക്കി തരാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലെയർ വെച്ച് ഓപ്പൺ ചെയ്താൽ കേട്ടോ. ഇത് 2-3 പ്രാവശ്യം ഇട്ടെങ്കിലേ അത് ലോക്ക് നമുക്ക് ഇച്ചിരി ലൂസായി കിട്ടുള്ളൂ. അത് പുതിയതായതുകൊണ്ടാണ്. അത് ആ കളർ പിടിക്കുമ്പോഴത്തേനും ഇവിടുത്തെ കട്ടി കൂടുന്നതുകൊണ്ടാണ് കുറച്ചൊരു ടൈറ്റ് ആയി പോകുന്നത്. അതെല്ലാ ലോക്ക് സിസ്റ്റത്തിനും ഉണ്ട് കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നത് ചിലർക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഒരു കട്ടി ഉണ്ടെന്നുള്ളത് എൻ്റെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ 1-2 പ്രാവശ്യം ഇടുമ്പോഴത്തേനും അത് ഓക്കെ ആവും. അപ്പം പ്ലെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കടിച്ച് തുറന്നാൽ മതി. അപ്പം ഇതും അതുപോലെ തന്നെ ഈ ഒരു ലോക്കിൻ്റെ ഈ പോർഷൻ ജസ്റ്റ് താഴോട്ടൊന്നാക്കി കൊടുത്തിട്ട് പിന്നെ തുറന്നാൽ മതി കേട്ടോ. ഈ ലോക്ക് സിസ്റ്റങ്ങളൊക്കെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ലൂസായി പോകും, അല്ലെങ്കിൽ ആദ്യം കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പം അതുമൊക്കെ നമുക്കൊരു ഇതോടെ അങ്ങ് ചെയ്താൽ മതി. താന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കിയിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ലോക്ക് കുറച്ച് ടൈറ്റ് ആയും. അപ്പോൾ അതങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലോക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാൻ കയ്യിലിട്ട് കാണിക്കാം കേട്ടോ. ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ P403, റേറ്റ് വരുന്നത് 490 490. ഇത് നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല അടിപൊളി നല്ല വീതിക്ക് ചെയ്തേക്കുന്ന ഒരു മോഡലാട്ടോ. ശരിക്കും വള പോലെ തന്നെ കിടക്കും. അപ്പോൾ ഇത് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഇതിന് ലോക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്, കാരണം ഒരു ചെറിയ പിടുത്തം പോലെ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ആയേ. 2 പ്രാവശ്യം ചെയ്തപ്പോൾ അങ്ങ് ഓക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ, നല്ല വീതി ആയതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് നല്ല വീതിക്കുള്ള സ്റ്റോൺസ് കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ ഒരു ഫ്ലവർ പാറ്റേണും ഉണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ട് വന്നാലും കാണാൻ നല്ലതാണ്. ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ ആണെങ്കിലും ഇതിനൊരു ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല നമ്മുടെ നോർമൽ വളകളുടെയൊക്കെ ആ ഒരു വീതി ഇതിന് വരുന്നുണ്ട്. അത്രയും സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ P400, റേറ്റ് വരുന്നത് 790 790. ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതുപോലെ ആ സ്റ്റോൺസ് ഒക്കെ ഫ്ലവറും ലീഫും ഒക്കെ പാറ്റേൺ ചെയ്തിരിക്കുന്നതായിട്ടാണ്. ബാക്ക് സൈഡിലോട്ട് ഇതുപോലെ ഒരു ഹോൾസിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. കുറച്ചൊരു ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ലോക്ക് ഇച്ചിരി പിടുത്തം ഉണ്ടായിരുന്നു.
അത് പുതിയതിൻ്റെ ആട്ടോ, പുതിയതാകുമ്പോഴത്തേനും എല്ലാത്തിനും ആ ഒരു പിടുത്തം വരും. പിന്നെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ താന്നു പോയാൽ ഈ ലോക്ക് ഇങ്ങനെ ലൂസായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ചെറുതായിട്ട് ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മേലോട്ടാക്കി കൊടുത്ത്, ഒടിച്ച് കളയരുത് കേട്ടോ, അത്യാവശ്യം കട്ടിയുള്ള, അങ്ങനെ പെട്ടെന്ന് ഒടിയത്തൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മേലോട്ടാക്കിയിട്ട് പിന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായിട്ടിരുന്നോളും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് കണക്കൂട്ടി ചെയ്താൽ മതി. എങ്ങോട്ട് തിരിച്ചാലാണ് ഇതിൻ്റെ ഒരു ഇച്ചിരി ടൈറ്റ് ആകുന്നതെന്നൊന്ന് നോക്കിയിട്ടങ്ങ് ചെയ്താൽ മതിയേ. ഇത് ലോക്ക് സിസ്റ്റം ഇതിങ്ങനെ ആ ഒരു കൊളുത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ വേറെ പ്രശ്നങ്ങളുള്ള ഐറ്റമൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ അകന്നു പോയാൽ ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതിയേ. ഈ ഒരു ഹോള് അകന്നു പോയാൽ ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി. ആ ഒരു സിസ്റ്റം മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ നമ്പർ P407. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 680 66. നെക്സ്റ്റ് വരുന്നത് റൂബി സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുള്ള മോഡലാണ്. ഈ റൂബി സ്റ്റോൺസിന് നല്ല ചോദ്യം കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമായി ഈ വൈറ്റിൻ്റെ കൂടെ റൂബി കളറൂടെ ആഡ് ചെയ്ത് വരുന്നതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് ഒരു ഫ്ലവർ സെൻറ്ററിൽ നല്ല വലിപ്പമുള്ളൊരു ഫ്ലവറും സൈഡിലോട്ട് കുഞ്ഞായിട്ട് മെലിഞ്ഞ സ്റ്റോൺസുമാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് ഒത്തിരി വണ്ണത്തിലല്ല, മെലിഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കരുത്, ജസ്റ്റ് ഒന്ന് ഒരയാതൊക്കെ നോക്കിയാൽ മതി. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുക. എടുത്തു വെക്കുമ്പോൾ ടവലിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ കറക്റ്റായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല. എപ്പോഴും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ ചിലപ്പം പോയെന്നിരിക്കും കേട്ടോ. കാരണം ഇത് ഒരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ കോട്ടിങ് അല്ലേ, അത് പോയി കഴിഞ്ഞാൽ കളർ പെട്ടെന്ന് മങ്ങിപ്പോവും. ഒരയാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യമുള്ളൂ. കഴുത്തിൽ എഴുതാൻ അങ്ങനെ ഒരയുന്നില്ലെങ്കിൽ പോലും എപ്പോഴും വേർക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലെല്ലാം ഊരി വെച്ച് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പം ഇത് ഭയങ്കര രസമാട്ടോ. ഇതിന് ഈ റൂബിയും കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത് കണ്ടില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ പാറ്റേണും കാണാൻ നല്ല രസമാണ്. ലോക്ക് സിസ്റ്റം ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P401, റേറ്റ് വരുന്നത് 520 മാത്രമേ ഉള്ളൂ. 520. സെയിമിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്, അതായത് റൂബിക്ക് പകരം വൈറ്റ് തന്നെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ റൂബി നോക്കിയാൽ മതി. അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഒക്കെ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അതിൽ നിന്ന് കയറി ബൈനോ കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് ബാർകോഡ് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് നമുക്ക് വാട്സപ്പിലോട്ട് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ വേറെ ഡിസൈൻ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് സൈസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ലോക്ക് ചെയ്യുന്ന വള ആയതുകൊണ്ട് 26 വരെയുള്ളവർക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും. അതിന് മേലോട്ടുള്ളവർക്ക് കൈക്ക് വണ്ണം ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 26 വരെയുള്ളവർ എടുത്താൽ മതി. ഇതിൻ്റെ നമ്പർ P402, റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ, 520. 520. നെക്സ്റ്റ് വരുന്നത് ഇതും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അത്യാവശ്യം നല്ല ഹെവി ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നേരത്തെ നമ്മൾ ആദ്യം ഇത് ചെയ്ത സമയത്ത് ഒരു ചേച്ചി കടയിൽ വന്നിട്ട് ഇങ്ങനെ ഇത് പെട്ടെന്ന് കടയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്, അന്നേരം ഇപ്പം മേടിച്ചോണ്ട് വന്നേ ഉള്ളൂ, ഗോൾഡ് മേടിച്ചു 1 ലക്ഷം ഒക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് വന്നിട്ട് ഇത് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് പറഞ്ഞു, ദൈവമേ ഇത്രയും പൈസ കളയണ്ടായിരുന്നു, ഇതാകുമ്പോൾ മാറി മാറി വേറെ ഇതായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ ഏകദേശം അവർ ഗോൾഡിൽ മേടിച്ചിട്ട് വന്ന ഏകദേശം ആ ഡിസൈൻ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ അത്രയും നല്ല ഫിനിഷിങ് തന്നെയാട്ടോ. എനിക്ക് തോന്നുന്നു ഗോൾഡിനേക്കാളും ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഗോൾഡിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടി കൂടുതലും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്തെ ഡിസൈൻസിനൊക്കെ അത്രയും നല്ല ക്ലാരിറ്റിയാണ്, കുഞ്ഞായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം. അപ്പോൾ ശരിക്കും ഗോൾഡ് മേടിച്ച് നിങ്ങൾ പൈസ കളയണ്ട, മാറി മാറിയൊക്കെ ഇടാനാണെങ്കിൽ എന്തായാലും ഇത് ഇട്ടാൽ മതി കേട്ടോ. ഒത്തിരി കുറേ എണ്ണം മേടിച്ചും വെക്കാൻ പറ്റുമല്ലോ, മാറി മാറി ഓരോ ഫംഗ്ഷനും പലതായിട്ട് ഇടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P405, റേറ്റ് ഇതിന് 980 കേട്ടോ. കാരണം അത്രയും ഹെവി ഡിസൈൻ, നമുക്ക് അത്രയും ഹെവി ആയിട്ട് സ്റ്റോൺസ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ, നല്ല വീതിയായിട്ട് തന്നെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. റേറ്റ് 980, 980. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഇതും റൂബി ആഡ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതൊരു ലീഫിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. അതായത് നടുക്ക് മാത്രം കുറച്ച് വീതിക്കും സൈഡിലോട്ട് തിന്നായിട്ടുള്ള ലെയറുമാണ് പോയേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ. വേറെ ബാക്കിയെല്ലാം സെയിം ആണ്, ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു കറക്റ്റായിട്ട് ബാർകോഡ് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്താൽ മതി. ഇതിൻ്റെ നമ്പർ വരുന്നത് P408. അപ്പോൾ ഇതിന് റേറ്റ് 490 ഉള്ളൂ. 490.